ബ്രാക്കറ്റ് റീപ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ടൈപ്പ് 2 ടൈപ്പ് 3 മോഡലിലേക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ് ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഓൾട്ടോൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. 2003 മോഡൽ വണ്ടിയാണ്, പഴയ ഒരു മോഡൽ വണ്ടിയാണ്. അപ്പോൾ അത് റീസ്റ്റോറേഷൻ ചെയ്യാനായിട്ട് വന്നിരിക്കുന്നൊരു വണ്ടിയാണ് കേട്ടോ. ബ്ലാക്ക് കളറാണ്. അപ്പോൾ നമ്മൾക്കത് സിൽവർ കളറിലേക്ക് ചേഞ്ച് ചെയ്യണം. സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ സീറ്റും കാര്യങ്ങളൊക്കെ സാധാരണ കവറാണ് അടിക്കുന്നത്, സ്റ്റിച്ചിങ് ചെയ്തിട്ടൊന്നല്ല ചെയ്യുന്നത്, സാധാരണ കവർ അടിക്കുന്നത്. അതേപോലെ ബാക്കും ഫ്രണ്ടും കൺവേർഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ, പുതിയ മോഡലിലേക്ക് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വണ്ടിയും നമ്മൾക്ക് വന്ന വീഡിയോസ് നമ്മൾ എടുത്തിരുന്നു. അപ്പോൾ സിസ്റ്റം കംപ്ലയിൻ്റ് ആയതുകൊണ്ട് കുറച്ച് വീഡിയോസൊക്കെ ഡെലിറ്റായി പോയി. ഡെൻറ്റിങ് വർക്ക് ഉണ്ടായിരുന്നു. ഡെൻറ്റിങ് വർക്ക് ഏകദേശം ഒരു 5000 രൂപ അടുത്ത് 6000 രൂപ അടുത്ത് ഡെൻറ്റിങ് വർക്ക് തന്നെ ഉണ്ടായിരുന്നു. വണ്ടിയുടെ ഡോറുകൾ, ക്വാർട്ടർ പാനലുകൾ, പിന്നെ ബോണറ്റ് റൂഫും ചെറിയ ഡെൻറ്റ്, അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് ഡെൻറ്റിങ് വർക്കുകൾ ഈ വണ്ടിയും ഉണ്ടായിരുന്നു. പക്ഷേ തുരുമ്പിൻ്റെ ഇഷ്യൂ ഒന്നും ഇല്ലാത്ത നല്ലൊരു നീറ്റ് വണ്ടി തന്നെയാണ്. ഇന്നർ അയച്ചിട്ട് തുരുമ്പിൻ്റെ ഇഷ്യൂ ഉള്ളത് ആ ഭാഗങ്ങൾ മാത്രം ക്ലിയർ ചെയ്ത് എപ്പോക്സി അടിച്ച് കൊടുത്തിട്ടുണ്ട് വണ്ടി. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ആ വണ്ടിയുടെ വർക്കിംഗ് പ്രോഗ്രസും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മളുടെ ഓൾട്ടോയുടെ 2K ബ്രഹ്മണി നല്ല അടിച്ച് കഴിഞ്ഞു. ഇനി 2K ബ്രഹ്മണി അടിച്ചിട്ട് സ്പോട്ടുകൾ തീർക്കുകയാണ്. ചെറിയ സ്പോട്ടുകൾ ഉണ്ടാവും. അപ്പോൾ അത് തീർത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സ്പോട്ട് എന്ന് പറഞ്ഞാൽ ചെറിയ കുഴികൾ വേണ്ട, ഇതേപോലെയുള്ള ചെറിയ കുഴികളുണ്ടാവും. അപ്പോൾ അത് 2K ബ്രഹ്മണി അടിച്ചതിന് ശേഷം ഇവിടെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിടാണത് നമ്മളെ സ്പോട്ട് പുട്ടിയാണ് യൂസ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത്ര നല്ല രീതിയിൽ ബോഡി ഷേപ്പ് ഔട്ടായിട്ടുള്ളൊരു വണ്ടിയായിരുന്നു. ഡെൻറ്റിങ് കാര്യങ്ങളെല്ലാം ചെയ്ത് ഇപ്പോൾ അതെ ഈ ഒരു ഇതിലായിട്ടുണ്ട് കേട്ടോ വണ്ടി. നമ്മളുടെ ഓൾട്ടോ ഒരു ബ്ലാക്ക് കളർ ഓൾട്ടോ ആയിരുന്നു. അപ്പോൾ ആ ഒരു വണ്ടി നമ്മളിപ്പോൾ പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് കളർ വണ്ടി നമ്മൾ 1E7 എന്ന് പറഞ്ഞിട്ടുള്ള ഇന്നോവയ്ക്ക് പറഞ്ഞ സിൽവർ കളറാണ് ഈ ഒരു വണ്ടിയിൽ അടിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ പഴയ മോഡൽ മാറ്റി പുതിയ മോഡലിൻ്റെ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ സീറ്റ് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്ക് ചെയ്യാൻ വേണ്ടി വണ്ടി ഇപ്പോൾ അടിച്ചിട്ടുള്ളൂ. അപ്പോൾ 2 ദിവസം കഴിഞ്ഞതിന് ശേഷം കട്ടിങ് പോളിഷും കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് നിൽക്കുന്നു. ഞാനിതിൻ്റെ പാർട്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരു ഓൾട്ടോ നമ്മൾക്ക് പഴയ മോഡൽ ഓൾട്ടോ ഉണ്ടെങ്കിൽ നമ്മൾക്കത് ടൈപ്പ് 2 മോഡലിലേക്ക് അല്ലെങ്കിൽ ടൈപ്പ് 3 മോഡലിലേക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ അതിന് റീപ്ലേസ് ചെയ്യുന്ന പാർട്സ് എന്ന് പറയുന്നത് ഫ്രണ്ട് ബമ്പർ, ബാക്ക് ബമ്പർ, പിന്നെ 2 ഹെഡ്ലൈറ്റ്, ടൈലൈറ്റ്, പിന്നെ ബമ്പറിൻ്റെ ബ്രാക്കറ്റ് റീപ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ടൈപ്പ് 2 ടൈപ്പ് 3 മോഡലിലേക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഓക്കെ, ടൈപ്പ് 3 മോഡലാണ് എല്ലാവരും ചേഞ്ച് ചെയ്യേണ്ടത്. ടൈപ്പ് 2ലേക്ക് ആക്കേണ്ട ആവശ്യമില്ല. ടൈപ്പ് 3ലേക്ക് നമ്മളിപ്പോൾ ചേഞ്ച് ചെയ്യാൻ അതിൻ്റെ പാർട്സുകൾ. ഇപ്പോൾ നമ്മളിതിൽ യൂസ് ചെയ്തിരിക്കുന്ന പാർട്സ് എന്ന് പറയുന്നത് ലുമാക്സിൻ്റെ ഹെഡ്ലൈറ്റും അതേപോലെ ലുമാക്സിൻ്റെ ടൈലൈറ്റും കാര്യങ്ങളാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതിൽ നമ്മളിപ്പോൾ വെതർ സ്ട്രിപ്പ് റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഫ്രണ്ടിൽ തന്നെ ഗ്രില്ല് റീപ്ലേസ് ചെയ്യണം. ബമ്പറുകൾ നമ്മളുടെ അവിടെ ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ ബമ്പർ രണ്ടെണ്ണം ഇപ്പോൾ പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് പ്രൈമർ അടിച്ചതിന് ശേഷം പ്രൈമർ കോട്ടാണ് അടിച്ചിരിക്കുന്നത്. ഇതിന് ശേഷമാണ് ഇതിൽ അണ്ടർ കോട്ട് വരും. അണ്ടർ കോട്ടിന് ശേഷം പെയിൻറ്റ് വരും കേട്ടോ. അപ്പോൾ നമ്മളുടെ ഓൾട്ടോ കൺവേർഷൻ്റെ മെയിനാണ് ഹെഡ്ലൈറ്റ്. അപ്പോൾ ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റ് രണ്ടെണ്ണം നമ്മൾ റീപ്ലേസ് ചെയ്തു. ഇപ്പോൾ ഫ്രണ്ടിലെ ബമ്പർ റീപ്ലേസ് ചെയ്യണം. ബാക്കിൽ പോളിഷിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ.
അപ്പോൾ നമ്മൾ ബമ്പർ സാധനങ്ങളെല്ലാം കയറ്റിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സെറ്റിങ് ചെയ്യണം. ഇതിൻ്റെ ഒരു ലോഗോ നമുക്ക് ഒട്ടിക്കേണ്ടതായിട്ടുണ്ട്. ഇതിൽ സെറ്റിങ് കാര്യങ്ങളൊക്കെ ഏകദേശം ഫുള്ളും കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾക്ക് സീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ സീറ്റ് ഹാൻഡിലുകളൊക്കെ സെയിം ബോഡി കളർ തന്നെ കൊടുത്തിട്ടുണ്ട്. സീറ്റിൻ്റെ വർക്ക് ഉണ്ട് നമുക്ക്. അപ്പോൾ സീറ്റിൻ്റെ പ്ലാറ്റ്ഫോം കാര്യങ്ങളൊക്കെ അയച്ചു. വേറെ ഇഷ്യൂ തുരുമ്പിൻ്റെ ഇഷ്യൂ കാര്യങ്ങളൊന്നും ഇല്ല. ഫ്ലോർ മാറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി ആ ഒരു പരിപാടിക്ക് പോവാം. അപ്പോൾ നമ്മളുടെ ഓൾട്ടോയുടെ ഫൈനൽ വീഡിയോയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിരിക്കും. ഇത് ബ്ലാക്ക് കളർ വണ്ടീനെ സിൽവർ കളറിലേക്ക് കൺവേർട്ട് ചെയ്തു. അതേപോലെ പഴയ മോഡൽ പുതിയ മോഡലിലേക്കും കൺവേർട്ട് ചെയ്ത് വണ്ടി ഫൈനൽ ചെയ്ത് വണ്ടി ഡെലിവറി ചെയ്തതിന് ശേഷം ഔട്ട് പറയാൻ കേട്ടോ. ഓക്കെ, അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ആയിരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യുക. തുടർന്നും നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.